കൃഷ്ണ ഗുരുവായൂരപ്പ, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ ഗുരുവായൂർ വെച്ച് ഏറ്റവും കൂടുതൽ വ്ളോഗ് എടുത്ത യൂട്യൂബർ എന്ന റെക്കോർഡ് വല്ലതും ഉണ്ടെങ്കിൽ അത് കിട്ടാനായിട്ട് ഞാൻ വീണ്ടും ഗുരുവായൂർ അമ്പലം നടയിൽ വന്നിരിക്കുകയാണ്. ചുമ്മാ പറഞ്ഞതാട്ടോ. 7 മാസത്തിന് ശേഷം വീണ്ടും ഗുരുവായൂർ. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് ഇവിടെ വെച്ചിട്ടൊരു 100 രൂപ ചലഞ്ച് ചെയ്ത് പോയതാ. അതിനുശേഷം ഈ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു. വിബിന്ദ സംവിധാനം ചെയ്തിട്ട് പൃഥ്വിരാജും ബേസിൽ ജോസഫും അഭിനയിച്ച ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന ഒരു സിനിമ വരെ റിലീസ് ചെയ്ത് ബ്ലോക്ക് ബസ്റ്ററായി. ഇനി എൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 7 മാസത്തെ ഒരു ഇടവേള വരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാലോ, ചെന്നൈയിലായിരുന്നു കഴിഞ്ഞ 3-4 മാസമായിട്ട്. പൊതുവേ ഈ കൊറോണ ലോക്ക്ഡൗണിനൊക്കെ ശേഷം എല്ലാ 2 മാസം കൂടുന്തോറും ഗുരുവായൂർ വരാറുണ്ട്. ഇത്തവണ വന്നത് ഒരു ഉച്ച സമയത്താണ്. അപ്പോൾ ഉച്ചയ്ക്കുള്ള നടയടപ്പിന് മുമ്പ് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് ഭഗവാനെ ഒന്ന് തൊഴാൻ പറ്റി. 12:30 ക്യൂല് കയറിയിട്ട് 2:15 ഞങ്ങൾ ഉണ്ണിക്കണ്ണനെ തൊഴുതിറങ്ങി. അപ്പോൾ കുറച്ച് ഭാഗ്യമുണ്ടെന്ന് കൂട്ടിക്കോളി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു തിരക്കൊക്കെ വെച്ചിട്ട് 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ ക്യൂ നിൽക്കണം. ഇപ്പോൾ സമയം 2:45 അപ്പോൾ സ്വാഭാവികമായിട്ടും വിശക്കുന്നുണ്ട്. തെക്കേ നടയിലുള്ള ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന് തൊട്ടടുത്തുള്ള പഴയിടം രുചി ഗുരുവായൂർ മുകുന്ദം എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോയത്. ഗുരുവായൂരിൽ പലതവണ ഉച്ചയൂണ് കഴിച്ചിട്ടുണ്ട് പല റെസ്റ്റോറൻറ്റുകളിൽ നിന്ന്. പക്ഷേ അതൊന്നും തന്നെ കാര്യമായിട്ട് എന്നെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അമ്പലത്തിൽ അന്നദാനം കഴിച്ചുകൂടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പല ദർശനത്തിന് തന്നെ നല്ല ക്യൂ നിൽക്കണം. അതും കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ക്യൂ നിൽക്കാൻ വയ്യ. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈയിടെ നമ്മുടെ ഒരു യൂട്യൂബർ സുഹൃത്ത് ഋഷിച്ചേട്ടൻ്റെ ബ്ലോഗിലൂടെയാണ് ഇവിടെ പഴയിടം രുചി റെസ്റ്റോറൻറ്റ് ആരംഭിച്ച കാര്യം ഞാൻ അറിഞ്ഞത്. 160 രൂപയുടെ സദ്യ ടോക്കൺ എടുത്തിരുന്നപ്പോൾ തന്നെ തൂശനില വിളമ്പി. കൂടെ നല്ല ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ടുള്ള കരിങ്ങാലി വെള്ളം. അപ്പോൾ ഇന്നത്തെ ഗുരുവായൂർ വിസിറ്റിൽ എന്നോടൊപ്പം അച്ഛനും ഉണ്ട്, ഉണ്ണിമാമയുണ്ട്, നമ്മുടെ അഭിലാഷിൻ്റെ അച്ഛൻ. 2 ദിവസം മുമ്പേ വഡോദരയിൽ നിന്ന് എത്തി ഉണ്ണിമാമ. അപ്പോൾ ഉണ്ണിമാമയുടെ ഇലയിൽ എല്ലാ കൂട്ടുകറികളും വിളമ്പിയിട്ടുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ഒന്നും കിട്ടിയിട്ടുമില്ല. ഇതെന്തൊരു അത്ഭുതം. ഹോട്ടലിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു ഫാമിലി ഇരുന്ന ടേബിളിൽ 3 സീറ്റ് കാലിയുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളവിടെ ഇരുന്നു കേട്ടാ. അങ്ങനെ കാലിയായി കിടക്കുന്ന എൻ്റെ ഇലയിലേക്ക് ഓരോ ഐറ്റംസ് എത്തി തുടങ്ങി. തൊടുകറികളും പപ്പടവും ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വളരെ ഉത്സാഹത്തോടു കൂടി വിളമ്പുന്നുണ്ട്. അപ്പോൾ പഴയിടത്തിൻ്റെ സദ്യയുടെ രുചി മഹാത്മ്യത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഞാനത് രുചിക്കാൻ പോവുകയാണ് ഗുരുവായൂർ വെച്ചിട്ട്. പിന്നെ ഈയിടെയായിട്ട് ഞാൻ വെജിറ്റേറിയൻ തീരെ കഴിക്കുന്നില്ല എന്നുള്ള പരാതി ഞാൻ ഇന്നത്തോടെ തീർത്ത് തരാം കേട്ടോ. ഇതിനിടയിൽ ഞാൻ പട്ടാമ്പി പോയിട്ടൊരു വെജിറ്റേറിയൻ സദ്യ കഴിച്ചതാ. അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കാൻ ഭേദം. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞ്. അപ്പോൾ പപ്പടവും പുളിയഞ്ചിയും അച്ചാറും ഓലനും കൂട്ടുകറിയും ക്യാബേജ് ഉപ്പേരിയും അവിയലൊക്കെ ഉണ്ട്. ഉടനെ തന്നെ നല്ല പൊന്നിയരിയുടെ ചൂട് ചോറ് നമ്മുടെ ഇലയിലേക്ക് വീണു. ചോറിന് നടുവിലായിട്ടൊരു കുഴി കുത്തി കാത്തിരിക്കുകയാണ് സാമ്പാറിന് വേണ്ടി. അങ്ങനെ സാമ്പാർ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഈ എല്ലാം തുടച്ച് കഴിച്ചു. എല്ലാം അങ്ങ് ക്ലീനാക്കി. അതിനുശേഷം നമ്മുടെ തൊടുകറികളൊക്കെ ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ചു. ഒട്ടും വൈക്ലബില്ലാതെ ആ ചേട്ടന്മാർ എല്ലാം വിളമ്പി. അപ്പോൾ രസം അത്ര രസമില്ല എന്നാണ് അച്ഛൻ പറയണത്. അതുകൊണ്ട് തന്നെ നമുക്ക് മോരിലേക്ക് പിടിക്കാം. നമ്മുടെ 2ാമത്തെ പപ്പടം എത്തിയിട്ടുണ്ട്. ഇനി ചോറ് വരണം. അങ്ങനെ ചോറും എത്തി. മോരിന് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റാണ് അച്ഛൻ തന്നത്. അതുകൊണ്ട് തന്നെ മോരൊന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ ചോറ്, മോര്, സാമ്പാർ, പിന്നെ പപ്പടം, പിന്നെ ബാക്കി എന്തൊക്കെയുണ്ടോ അതൊക്കെ ചേർത്താൻ കഴിക്കാം. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മുഖം കാണിക്കാത്ത വേറൊന്നും കൊണ്ടല്ല, അത് അത്ര സുഖം ഉണ്ടാവില്ല കാണാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല സേമിയ പായസം. ആകെ അത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ എന്ന് മാത്രം ഒരു വിഷമം. 2ാമത് ചോദിച്ചു, സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി. അതുകൊണ്ട് തന്നില്ല. അല്ലെങ്കിൽ അവർ തരും കേട്ടോ. അപ്പോൾ പഴയിടം രുചി ഗുരുവായൂർ മുകുന്ദം. അങ്ങനെ കണ്ടോ. എന്തായാലും ഈ അടുത്ത് കഴിച്ചതിൽ കുറച്ച് നല്ല സദ്യ തന്നെ അല്ലേ. ഗുരുവായൂർ തെക്കേ നടയിൽ പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള പഴയിടം രുചി 160 രൂപയ്ക്ക് നല്ല കിഡിലൻ സദ്യ. പായസം ഇത്രയും കൂടിയും വലിയൊരു കിണ്ണത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2ാമത് ചോദിച്ച് ബുദ്ധിമുട്ടിക്കില്ലേ. ആ ഒരു സജഷൻ മാത്രം. പിന്നെ നമ്മൾ ഇത്രയും വലിയ സദ്യക്ക് കഴിച്ചതിന് ശേഷം ആരെങ്കിലും ഉള്ളിവട ഉടനെ തന്നെ കഴിക്കുമോ എന്ന് ചോദിച്ചാൽ കഴിക്കും. ഞങ്ങൾ കഴിക്കും. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഒരു ഉള്ളിവട ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. അവിടെ പഴയിടത്ത് തന്നെയുള്ള സ്നാക്സിൻ്റെ ഒരു സെൻറ്റർ ഉണ്ട് അവിടെ നിന്ന്. എന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന കൊമ്പന്മാരെ ഒന്ന് കണ്ടിട്ട് വരാം. ജീവനുള്ള കൊമ്പന്മാരല്ല കേട്ടോ, പ്രതിമയായിട്ട് നിൽക്കുന്ന കൊമ്പന്മാർ. ജീവനുള്ള കൊമ്പന്മാരെ കാണണമെങ്കിൽ 3 കിലോമീറ്റർ അപ്പുറത്തുള്ള പുന്നത്തൂർ കോട്ടയിൽ പോകണം. പക്ഷേ ഇപ്പോൾ സുഖചികിത്സയുടെ കാലമാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ ഇത് ഓൾറെഡി ഉണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് മിനുക്ക് പണികളൊക്കെ നടത്തുകൊണ്ട് അത് ക്ലോസ്ഡ് ആയിരുന്നു. നമ്മൾ പത്മനാഭനെ മാത്രം കണ്ടിട്ടാണ് തിരിച്ചു പോയത്. ഇപ്പോൾ തവണ കേശവൻ്റെ നല്ല തിളക്കത്തോടും
മുകളിലേക്കൊന്നും പോകാൻ പറ്റില്ല. കുറച്ചും കൂടി തിളക്കണം. നല്ല ഇന്ന് ഭാഗ്യത്തിന് നല്ല വെയിലൊക്കെ ഉണ്ട്. എഴുതിയിട്ടില്ലേ, ഇതിനെ നമ്മള് സംസ്കൃതത്തിൽ പറയുമ്പോൾ ആ നല്ല ശബ്ദം ചേർക്കാം. പത്മനാഭ വരപ്രഭു, പത്മനാഭ വരപ്രഭു, അങ്ങനെയാണ് പറയുന്നത്. അതാണത് സംഭവം. ഇതിൽ ഐതിഹ്യം എഴുതിയിട്ടില്ല. ഒരു നാൾ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ടിരുന്ന പൂന്താനം പത്മനാഭോ മരപ്രഭു എന്നതിന് പത്മനാഭോ മരപ്രഭു എന്ന് തെറ്റായി ഉദ്ധരിച്ചു. അത് വായിക്കാൻ പറ്റുമെങ്കിൽ അത് നന്നായിരിക്കും. പണ്ഡിതനായ തെറ്റ് പറ്റി എന്ന് പറഞ്ഞ് വിഷ്ണു നിൽക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു കുഴപ്പമില്ല, മരപ്രഭു എന്നുള്ളതും കൃഷ്ണനാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അമരപ്രഭു എന്നുള്ളത് ശരിക്കുള്ള ശ്ലോകം. നാരായണീയത്തില് അമരപ്രഭു എന്നാണ്. എഫ് എന്നുള്ളത് നമ്മൾ ആ കാഴ്ചത്തെ വായിക്കുക. പത്മനാഭ മരപ്രഭു അത് വായിക്കുമ്പോൾ അങ്ങനെ വായിക്കേണ്ടത്. ഇവിടെ കുറെ ചെറിയ മരപ്രഭുകളുണ്ടല്ലോ, അത് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങോട്ട് വന്നിട്ടില്ല, എപ്പോഴും പുറത്തുനിന്നത് കാണുകയേ ചെയ്യുള്ളൂ. മുംബൈയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമകളിലൊക്കെ സ്ഥിരമുള്ളൊരു കാഴ്ചയാണ് ഈ പ്രാവുകൾ ഇങ്ങനെ പറക്കുന്നതും അവിടെ വെച്ചുള്ള നായകൻ്റെ ഇൻട്രോയും. അപ്പോൾ അങ്ങനെ ഒരു ഷോട്ട് എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഒത്തു വന്നില്ല. എന്തായാലും പ്രാവുകൾ കൊള്ളാം. നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പുതിയൊരു മുഖകവാടം കിഴക്കേ നടയിൽ പണിതിട്ടുണ്ട്. ഈ കഴിഞ്ഞ ജൂലൈ 7-നാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. വെൽത്ത് ഐ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഫൗണ്ടറും സിഇഒയുമായിട്ടുള്ള മിസ്റ്റർ വിഘ്നേഷ് വിജയകുമാറാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലായിട്ട് ഈ ഒരു നടപ്പുര ഒരു വഴിപാടായിട്ട് സമർപ്പിച്ചത്. ഈ നടപ്പുരയിൽ തന്നെ ഭഗവാന്റെ 10 അവതാരങ്ങളുടെയും ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിന് നല്ലൊരു മുഖകവാടം. അങ്ങനെ സമയം ഏതാണ്ട് 4:30 ആയിരിക്കുന്നു. അപ്പോൾ ഉച്ച മുതൽ ക്യൂ നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ ക്യൂ നീങ്ങാൻ തുടങ്ങി. ഗുരുവായൂരപ്പൻ്റെ ദർശനത്തിനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ 2 കലാകാരികളുടെ നൃത്തം ഒന്ന് കണ്ടാലോ. തിരിച്ചു പോകുന്നതിന് മുമ്പ് പുറത്ത് നിന്നിട്ട് ഭഗവാനെ ഒന്നുകൂടി നന്നായി തൊഴുതു. അങ്ങനെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ.